1855 ജനിച്ച് 1928 അന്തരിച്ച കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന നായകനും തത്വചിന്തകനുമായ ശ്രീനാരായണ ഗുരു അസമത്വങ്ങളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞ പഴയകാല കേരള സമൂഹത്തെ മാറ്റിയെടുത്ത മഹാനായ ഗുരുവാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന അദ്ദേഹത്തിന്റെ സന്ദേശം മാനവ വിശ്വാസത്തിന്റെ അടിത്തറയാണ്. ബാല്യകാലവും ജനനവും തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ 1855 മാടൻ ആശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. നാണു എന്നാണ് അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം. ചെറുപ്പകാലം മുതൽ തന്നെ ആത്മീയതയിലും ദർശനങ്ങളിലും അദ്ദേഹം ആകൃഷ്ടനായി. അരുവിപ്പുറം വിപ്ലവം 1888 നെയ്യാറിന്റെ തീരത്തുള്ള അരുവിപ്പുറത്ത് അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തി. സവർണർ മാത്രം നടത്തിയിരുന്ന പ്രതിഷ്ഠാകർമ്മം അവർണ വിഭാഗത്തിൽപ്പെട്ട ഗുരു നിർവഹിച്ചത് വലിയ സാമൂഹിക മാറ്റത്തിന് തുടക്കമിട്ടു. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന അദ്ദേഹത്തിന്റെ മറുപടി ജാതി ചിന്തകൾക്കെതിരെയുള്ള ശക്തമായ പ്രഹരമായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന സംഭാവനകളും ദർശനങ്ങളും. SNDP യോഗം 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രൂപീകരിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ, വിദ്യാഭ്യാസം കൊണ്ടും സംഘടിത ശക്തി കൊണ്ടും മാത്രമേ സമൂഹം മുന്നോട്ട് വരൂ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ആരാധനാലയങ്ങൾ ജാതി ഭേദമില്ലാതെ എല്ലാവർക്കും പ്രവേശനമുള്ള നിരവധി ക്ഷേത്രങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേരളത്തെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച ആത്മീയ ആചാര്യനാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ മാനവികതയുടെയും സമത്വത്തിന്റെയും പാഠങ്ങൾ എക്കാലത്തും മനുഷ്യർക്ക് വഴികാട്ടിയാണ്.